idiot with a plan can beat a genius without a plan. വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി ഒരു ഇഡിയറ്റിന് പോലും ഒരു പ്ലാനിങ് ഇല്ലാത്ത ജീനിയസിനെ തകർക്കാൻ സാധിക്കും. ഇത് പറഞ്ഞത് ഞാനല്ല, ഒരു കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്ന വാറൻ ബഫറ്റ് ആണ് പറഞ്ഞത്. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ചാണ്. നമുക്ക് ആക്ച്വലി മിക്ക ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്രയാണ് അവർക്ക് സാലറി കിട്ടുന്നത്, അതുപോലെ തന്നെ എത്രയാണ് അവർ ഓരോ മാസം ഉണ്ടാവുന്ന അവർക്ക് എക്സ്പെൻസ്, അവർ എത്രയാണ് സേവിങ് എന്നതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. സോ ഇന്ന് 2025 മുതൽ നമുക്ക് ആ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ടു മാനേജ് യുവർ ഫൈനാൻസ്. നമുക്ക് കിട്ടുന്ന പൈസ നമ്മൾ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്, ഏതൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മൾ വേണ്ടി എത്ര എമൗണ്ട് ആണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഹൗ ടു മാനേജ് യുവർ ഫണ്ട് എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ 3 ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ദ ഫസ്റ്റ് വൺ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്ന ഒരു ടോപ്പിക്, ദ സെക്കൻഡ് വൺ പ്രൊട്ടക്ഷൻ, ദ തേർഡ് വൺ ഇൻവെസ്റ്റ്മെന്റ്. സോ ഫസ്റ്റ് നമുക്ക് ക്യാഷ് ഫ്ലോ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ക്യാഷ് ഫ്ലോ എന്ന് പറയുന്ന അതിന്റെ പേര് തന്നെ ഉണ്ട്. അതായത് എത്ര രൂപ നിങ്ങൾക്ക് ഒരു മാസം വരുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ എത്ര രൂപ ചെലവാക്കുന്നുണ്ട്, ഇതിനെ പറയുന്നത് ക്യാഷ് ഫ്ലോ. ക്യാഷിന്റെ ഫ്ലോയാണ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു റൂൾ ഉണ്ട്. നമ്മുടെ സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്. എന്റെ ഒരു മാസ വരുമാനം, എനിക്ക് ഡിഫറെന്റ് കൈൻഡ് ഓഫ് വരുമാനങ്ങൾ ഉണ്ടാവാം. സപ്പോസ് എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവാം, സപ്പോസ് എനിക്ക് സാലറി ഉണ്ടാവാം, സപ്പോസ് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവാം, അതുപോലെ തന്നെ റെന്റൽ ഇൻകം ഉണ്ടാവും. അങ്ങനെ മെനി ടൈപ്പ് ഓഫ് എന്തുണ്ടാവും, നമുക്ക് ഇൻകംസ് ഉണ്ടാവും. ഞാൻ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തു. സപ്പോസ് നമ്മുടെ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് 10,000 ആയിട്ട് കൺസിഡർ ചെയ്തു. ഓക്കെ, 10,000 ആണ് എന്റെ മന്ത്ലി ഇൻകം. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് അതിനെ അലോക്കേറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. സോ അതിന്റെ 50% നമ്മൾ നീഡ്സിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ ഇൻകത്തിന്റെ 30% നമ്മുടെ വിഷിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം. അതുപോലെ തന്നെ 20% നമ്മുടെ സേവിങ്സിന് വേണ്ടി മാറ്റി വെക്കണം. ഓക്കെ, യെസ്. ഇനി നമുക്ക് ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ എന്റെ ഫസ്റ്റ് നമുക്ക് നീഡ്സ് ഡിസ്കസ് ചെയ്യാം. എന്റെ മന്ത്ലി ഇൻകം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് വന്നത് 10,000 ആണ്. ഇത് ജസ്റ്റ് ഒരു അസംഷൻ മാത്രമാണ്. സോ ഇതിന്റെ 50% എന്ന് പറയുന്നത് എന്താ, ഇതിന്റെ പകുതി 50/100 എനിക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 5,000. ഈ 5,000 രൂപയാണ് എന്റെ നീഡ്സിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കേണ്ടത്. എന്താണ് നീഡ്സ് എന്ന് പറഞ്ഞാൽ, നീഡ്സ് ഞാൻ പറഞ്ഞ പ്രൈമറി നീഡ്സ് ആണ്. വാട്ട് ഈസ് പ്രൈമറി നീഡ്സ്? ഇൻക്ലൂഡ് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ. നമുക്ക് നിർബന്ധമായിട്ടും ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത ചെലവുകളെയാണ് നമ്മൾ നീഡ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഫുഡ് നമുക്ക് ഒരു കാരണം നമുക്കത് ഒഴിവാക്കാനേ കഴിയില്ല. അതുപോലെ തന്നെ സപ്പോസ് നമുക്ക് നിർബന്ധമായിട്ടും നമ്മൾ മേടിച്ചിരിക്കേണ്ട ഡ്രസ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇപ്പൊ എഡ്യൂക്കേഷൻ, സപ്പോസ് നമ്മുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത് ഏതിൽ ഇൻക്ലൂഡ് ചെയ്യും, നീഡ്സ്. നമുക്ക് അതൊരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെയാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, നീഡ്സ് എന്ന് പറയുന്നത്. ആ നീഡ്സിന് വേണ്ടി ഒരു മാസം നമുക്ക് കിട്ടുന്ന ഇൻകത്തിൽ നമ്മുടെ 50%, അപ്പൊ എന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഞാൻ 5,000 രൂപ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഓക്കെ, ബാക്കി വരുന്ന 30% ഞാൻ ഏതിലോട്ട് മാറ്റി വെക്കണം, വിഷിലോട്ട് മാറ്റി വെക്കണം. വിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ആക്ച്വലി അതെന്തല്ല അത്ര ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സപ്പോസ് നിങ്ങൾ സ്മോക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ സ്മോക്കിംഗ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഏതിൽ വരുന്നതാണ്, വിഷിൽ വരുന്നതാണ്. അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ഒക്കെ ഏതിൽ വരുന്നതാണ്, വിഷിൽ വരുന്നതാണ്. സപ്പോസ് നിങ്ങൾ ഒരു മൂവിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ മൂവിയുടെ ടിക്കറ്റ് അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസസ് ഒക്കെ നിങ്ങൾക്ക് ഏതിൽ വരുന്നതാണ്, വിഷ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വിഷിലെ എമൗണ്ട് റെഡ്യൂസ് ചെയ്ത് നിങ്ങൾക്ക് സേവിങ്സിലോട്ട് മാറ്റി വെക്കാം. ഓക്കെ, യെസ്, അതാണ് പറയുന്നത്. എനിക്ക് അത്രയും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ല വിഷിൽ വരുന്നത്. വിഷിൽ വരുന്ന നമ്മുടെ ആഗ്രഹത്തിന്റെ ബേസിൽ നമ്മൾ ചെയ്യുന്ന ഓരോ എക്സ്പെൻസ്, നമുക്ക് വരുന്ന ചെലവുകളെ കുറിച്ചാണ് നമ്മൾ എന്ത് പറയുന്നത്, വിഷ്. അപ്പൊ എന്റെ കേസിൽ എന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്നത് 10,000 ആണ്. ഈ 10,000ത്തിന്റെ 30% എന്ന് പറയുന്നത് എത്രയായിരിക്കും, 30/100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനാൽ നമുക്ക് 30% കിട്ടും. അത് എത്രയാണ്, 3,000 രൂപയാണ്. അപ്പൊ ഈ 3,000 രൂപ മാത്രമേ ഞാൻ ഏതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അലോക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, എന്റെ വിഷിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി വരുന്ന 20% ഞാൻ ഏതിലോട്ട് മാറ്റി വെക്കും, എന്റെ സേവിങ്സിലോട്ട് ഞാൻ മാറ്റി വെക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. 10,000 രൂപ എനിക്ക് കിട്ടി. അതിൽ 5,000 രൂപ നമ്മൾ എന്തിലോട്ട് വരുന്നു, നമ്മുടെ നീഡ്സിന് വേണ്ടിയിട്ട് വെക്കുന്നു. 30,000 രൂപ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് നോക്കുന്നു, നമ്മുടെ വിഷിന് വേണ്ടിയിട്ട് എടുക്കുന്നു. ബാക്കി 20,000 രൂപയാണ് ഇതിന് സേവ് ചെയ്തത്. ഓക്കെ, അപ്പൊ നീഡ്സ് ആൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചെലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ആ മന്ത് തന്നെ, അല്ലെങ്കിൽ ആ മന്തിൽ നമ്മൾ ചെലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ വിഷ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആൾറെഡി അത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്റെ അടുത്ത് ബാക്കി എത്ര രൂപ മാത്രമല്ലോ, ആ മാസം അവസാനിക്കുമ്പോൾ ആകെ 2,000 രൂപയുള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ ഈ 2,000 രൂപ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. സോ ഞാനിങ്ങനെ ഓരോ മാസം എന്ത് ചെയ്യുന്നു, 2,000 രൂപ വെച്ച് സേവ് ചെയ്യുന്നു. സോ ഓരോ മാസം വെച്ച് 2,000 ഫസ്റ്റ് ഒരു മാസം കൊണ്ട് എനിക്ക് എത്ര സേവ് ചെയ്യാൻ പറ്റും, 2,000. അത് 2 മാസം ആകുമ്പോൾ അത് എത്ര ആയിട്ടുണ്ടാവും, 4,000. അടുത്തൊരു മാസം ആകുമ്പോൾ അത് എത്ര ആയിട്ടുണ്ടാവും, 6,000. ഇങ്ങനെ ഓരോ മാസം വെച്ചിട്ട് നിങ്ങളുടെ ഈ സേവിങ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കില്ലേ. സോ ഇനി
ആ സേവിങ്സ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഡിസ്കസ് ചെയ്യുന്നത്. സോ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ നമ്മൾ അതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ നമ്മൾ ആദ്യം ഈ സേവ് ചെയ്യുന്ന നമുക്ക് ഈ അമൗണ്ട്സ് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഇൻഷുറൻസ് ആവശ്യമാണെന്നുണ്ട്. ഇൻഷുറൻസ് എടുക്കുന്നതാണ് ബെറ്റർ. സോ ആദ്യം നമുക്ക് ഈ സേവ് ചെയ്ത എമൗണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സപ്പോസ് ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം ഈ സേവ് ചെയ്തിട്ടുള്ള എമൗണ്ട്. സോ അങ്ങനെ നമ്മൾ ലൈഫ് ഇൻഷുറൻസും അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കും. നമ്മുടെ മക്കളുടെ ആവശ്യമായിട്ടുള്ള അനുസരിച്ച് എടുക്കാം. ദെൻ നമ്മൾ രണ്ടാമത്തെ സ്റ്റേജ് നമ്മൾ പറയാം ഇൻഷുറൻസ് എടുത്തതിന് ശേഷം, കാരണം ആദ്യം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ലൈഫാണ്. നമ്മുടെ ലൈഫ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ദെൻ സെക്കൻഡ് സ്റ്റേജ് ആണ് എമർജൻസി ഫണ്ട്. സപ്പോസ് നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് അല്ലെങ്കിൽ നമുക്ക് അതർ എമർജൻസി ആയിട്ട് എന്തെങ്കിലും ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ അതിനൊരു മിനിമം എമൗണ്ട് എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം. ഏകദേശം അത് പറയുന്നത് നിങ്ങളുടെ മന്ത്ലി ഇൻകത്തിന്റെ 3 ഇരട്ടിയോളം എങ്കിലും നിങ്ങളുടെ എമർജൻസി ഫണ്ടായിട്ട് നിങ്ങൾ കാണുന്നു പറയുന്നത്. ഇപ്പൊ എന്റെ ഒരു കേസിൽ എന്ന് പറയുന്നത് എന്റെ മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് 10,000 ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എമർജൻസി ഫണ്ടായിട്ട് എത്ര കരുതി വെക്കണം? 30,000 രൂപ ഞാൻ കരുതി വെക്കണം. ഇപ്പൊ 30,000 രൂപ, ഈ 30,000 രൂപ ഞാൻ എവിടുന്നാണ് എന്ത് ചെയ്യുന്നത് എടുക്കുന്നത് അല്ലെങ്കിൽ അത് കളക്ട് ചെയ്യുന്നത്? ഞാൻ ഓരോ മാസം 2,000 രൂപ വെച്ച് സേവ് ചെയ്ത് ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, അത് ഇൻഷുറൻസിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യും. ബാക്കി വരുന്ന എമൗണ്ട് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എമർജൻസി ഫണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഈ 30,000 രൂപ നമുക്ക് എന്ത് ചെയ്യാം, ലിക്വിഡ് ആയിട്ട് വെക്കുന്നതായിരിക്കും കൂടെ ബെറ്റർ. നമ്മുടെ വേണമെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ വെക്കാം. ഓക്കെ, അങ്ങനെ 30,000 രൂപ ഞാൻ എന്ത് ചെയ്യും, എമർജൻസി ഫണ്ട് ഓരോ മാസം 2,000 വെച്ച് സേവ് ചെയ്തിട്ട് എമർജൻസി ഫണ്ടും നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമ്മളിപ്പോ ആക്ച്വലി സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ചെയ്തു. ഇനിയാണ് ആക്ച്വലി തേർഡ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സ്റ്റെപ്പിലൂടെ വരുന്നത്. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് മെയിൻലി നമ്മുടെ ഒന്നെന്ന് പറയാം ഇൻവെസ്റ്റ് ഇൻ സംതിങ് ദാറ്റ് ക്രിയേറ്റ്സ് ഇൻകം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് SIP പോലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ഇൻ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. അപ്പൊ ബാക്കി വരുന്ന ഫണ്ടാണ് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യേണ്ടത്? ഇൻവെസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടെത്തേണ്ടത്. പല ആളുകളും ഈ സ്റ്റെപ്പ് 2 എന്ന് പറയുന്ന ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഏരിയ പല ആൾക്കാരും കൺസിഡർ ചെയ്യാറില്ല. സോ നിങ്ങൾ അത് എന്ത് ചെയ്യണം, ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യണം. ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് വേസ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഒരുപാട് എന്താ പറയാ, പലതരത്തിലുള്ള ഫ്രോഡുകളൊക്കെ നടക്കുന്നുണ്ട്. സോ കെയർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മണി ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇന്ന് മുതൽ 2025 മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഓരോ മന്ത്ലി ഇൻകംസും എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്ത് തുടങ്ങണം. ഓക്കെ, വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക് യു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.